UPSC റാങ്ക് ഹോൾഡേഴ്സ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി UPSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയായിരുന്നു. സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്നത്. മന്ത്രിമാരുടെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. സുനിഷ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, സമരം അവസാനിപ്പിച്ചിരിക്കുന്നു, സമവായം ഉണ്ടായിരിക്കുന്നു, എന്താണ് സർക്കാർ നൽകുന്ന ഉറപ്പ്? മധു, അതാണ് കഴിഞ്ഞ 16 ദിവസമായി UPSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് ഇപ്പോൾ ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ സമവായമായിരിക്കുന്നു. സമരം താൽക്കാലികമായി പിൻവലിക്കാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 10:30 മന്ത്രിയുമായുള്ള ചർച്ച നടത്തിയിരുന്നത്. ഇവർ പ്രധാനമായും ഒരു 5ഓളം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുമെന്നുള്ളത് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വിഷയം ഇത് രേഖാമൂലം തന്നെ ഉറപ്പായി നൽകണമെന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള രേഖാമൂലമുള്ള ഉറപ്പ് അത് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമരം പിൻവലിക്കാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറായിരുന്നത്. നേരത്തെ തന്നെ LPST റാങ്ക് ഹോൾഡേഴ്സിനെ അടക്കം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പോലും UPSC റാങ്ക് ഹോൾഡേഴ്സിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമായിരുന്നു. പിന്നാലെയാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നതും അനുഭാവപൂർണ്ണമായി തന്നെ ഒരു തീരുമാനമുണ്ടാക്കും അത് രേഖാമൂലം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി താൽക്കാലികമായി മാത്രമാണ് സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുമെന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ അറിയിക്കുന്നത്. ഏതായാലും 16 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിന് ഇപ്പോൾ പൂർണ്ണതയായിരിക്കുന്നു, അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധു, സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കണമെന്നുള്ളതാണ് ആവശ്യം. അത് 2 മാസത്തെ സമയം വേണമെന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നു. രേഖാമൂലം സമരക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ സമരം അവസാനിച്ചിരിക്കുന്നു.